ഹേ ജെൻസ്, വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ദേവപ്രസിദ്ധ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒത്തിരി നാളായിട്ട് നടക്കാതിരുന്നൊരു കാര്യമാണ് ഇപ്പം നടത്താൻ വേണ്ടി പോകുന്നത്. അയ്യോ ജെൻസ്, ഒരു കോൾ വരുന്നു, നിൽക്കി. എൻ്റെ റിംഗ് ടോൺ അങ്ങനെ ഉണ്ട്. സോറി ജെൻസ്, ഇടയ്ക്കൊരു കോൾ വന്നത്. അപ്പോൾ ഇന്ന് ഒത്തിരി നാളായിട്ട് നടക്കാത്തൊരു കാര്യമാണ് ഇന്ന് ഞാൻ നടത്താൻ വേണ്ടി പോകുന്നത്. അതായത് എൻ്റെ സിമ്മ് BSNL ആയിരുന്നു. ഒരു വർഷമായിട്ട് ഞാൻ ജിയോയിലോട്ട് പോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക, പക്ഷേ അത് പറ്റുന്നില്ല. ഇതിനേക്കാളും ബെസ്റ്റ് ഒരു പുതിയ സിം എടുത്താൽ മതിയെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് ജെൻസ്. ഒരു പുതിയ സിം എടുക്കുന്നതിനെ പറ്റിയിട്ട് ഞാൻ ആലോചിക്കുന്നുണ്ട്. കാരണം എൻ്റെ ഈ നമ്പർ ഇപ്പം ഒട്ടുമിക്ക ലോകത്തുള്ള എല്ലാവരുടെയും കയ്യിലുണ്ട്. ഈ നമ്പർ ഒരുമാതിരി കസ്റ്റമർ കെയർ നമ്പർ കണക്കായി പോയി ജെൻസ്. ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട് എൻ്റെ ഈ നമ്പർ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി പാതിരപ്പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ റോസമ്മച്ചിയുടെ വീട്ടിൽ CCTV ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്കിപ്പോൾ കാണിച്ചു തരാൻ പറ്റില്ല, തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ കാണിക്കാം. അങ്ങനെ ഡോൾബി വരുന്നുണ്ട്, അറിയാലോ ഡോൾബി, പിന്നോടൊപ്പം വരും. അപ്പോൾ ഡോൾബിയുടെ ഗേൾ ഫ്രണ്ടാന്ന് തോന്നി, ഏത് എക്സ് ഗേൾ ഫ്രണ്ടാന്ന് തോന്നുന്നു, എവിടെയോ വഴി വെച്ച് കണ്ടുമുട്ടി. കൃഷ്ണയാണെങ്കിൽ പാതിരപ്പള്ളി വന്ന് ബസ് ഇറങ്ങിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പം ഞാൻ കൃഷ്ണയുടെ പറഞ്ഞു, നീ നേരെ വീട്ടിലേക്ക് വരണ്ട, പാതിരപ്പള്ളി തന്നെ നിൽക്കും. അപ്പം ഞാൻ അങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് സിം പോയി പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ് വൈദ്യുതി. പിന്നെ അച്ചോണ്ണൻ എന്തോ സർപ്രൈസ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പം അച്ചോണ്ണൻ എനിക്ക് തരുന്നതിന്റെ വീഡിയോ എടുക്കാനായിട്ട് കൃഷ്ണ എന്തായാലും വേണമല്ലോ. അവിടെ ഒരു ബിൽഡിങ്ങിന്റെ പണി നടക്കുന്നു, മേളിൽ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ നോക്കുന്നു. ഇപ്പൊ വോയിസ് ഓവർ ചെയ്ത് എനിക്ക് പുറത്തോട്ടിറങ്ങി വീഡിയോ എടുക്കാനായിട്ടൊരു ചെറിയ ചമ്മല്. അപ്പം ഇനി കൃഷ്ണനെ നമുക്കവിടെ പോസ്റ്റ് ആക്കാൻ പറ്റത്തില്ല, അവിടെ ചെന്നിട്ട് കാണാം. ഫോർ ദി കൈൻഡ് ഇൻഫോർമേഷൻ ഓഫ് പാതിരപ്പള്ളി നിവാസികൾ, ഇവിടെ ഒരു പുതിയ ജിമ്മ് തുടങ്ങിയിട്ടുണ്ട്. ആ ജിമ്മിൽ വന്ന ആൾക്കാരുടെ ബൈക്ക് സ്കൂട്ടിയാണ് ഇത് താഴത്തിരിക്കുന്നത്. അത്യാവശ്യം അടിപൊളി ജിമ്മാണ്, ചേരേണ്ടവർക്കൊക്കെ വന്ന് ചേരാം. A2F ജിം എന്ന് ആണ് ഈ ജിമ്മിന്റെ പേര്. സോ കോൺടാക്ട് നമ്പർ ഞാൻ താഴത്ത് കൊടുത്തേക്കാം, ചേരാൻ താല്പര്യമുള്ളവർ വന്ന് ചേർന്നോളൂ. അങ്ങനെ നമ്മൾ നേരെ പ്ലേ സ്റ്റോറിലെത്തി. അപ്പോൾ കയറാനായിട്ട് എനിക്ക് എന്താണെന്നറിയത്തില്ല, ഒരു സഭാകമ്പം പോലെ അവിടെ ഇങ്ങനെ നിൽക്കുന്നു. ഇപ്പം അത് മാറി. ഇപ്പം ഞാനും ഈ അപ്പാപ്പനും കൂടെ ഒരുമിച്ച് തിരിഞ്ഞു നോക്കുക. ഇനി നമുക്ക് അകത്തോട്ട് പോകാം. എൻ്റെ ഫോണിൽ ഓൾറെഡി സിം ഇപ്പം ഇൻസേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് അതിനകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കൃഷ്ണയുടെ ഫോണിൽ ഷൂട്ട് ചെയ്യാനാണ് ഇതിപ്പോൾ ഇങ്ങനെ ഒരു മാതിരി തലയും കുത്തി കാണാൻ പറ്റുന്നത്. ജെൻസ് ക്ഷമിക്കുക. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്പീഡിൽ 5 മിനിറ്റ് എടുത്തില്ല, 1 മിനിറ്റ് കൊണ്ട് തന്നെ കഴിഞ്ഞു. അപ്പം ഇനി നമ്മൾ നേരെ ഒരു സ്ഥലത്തും കൂടെ പോകണം കൃഷ്ണൻ, അച്ചോണ്ണൻ്റെ അടുത്ത്. അച്ചോണ്ണൻ എന്തോ സംതിങ് ഗിഫ്റ്റ് എനിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് മേടിച്ചിട്ട് വീട്ടിലേക്ക് പറഞ്ഞുകൊണ്ട് വരുന്ന അണ്ണൻ എന്തോ സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. താങ്ക് യു അണ്ണ. ഇത് എവിടെ നിന്ന് കിട്ടി? ഇതിന്റെ കഥ പറയും. ഇതിന്റെ പിന്നിലത്തെ കഥ ഞാൻ തന്നെ പറഞ്ഞുതരാം ജാൻസ്. പണ്ടത്തെ എൻ്റെ ഒരു മിനി വ്ളോഗിൽ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ആണിത്. അപ്പം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഗൾഫിൽ നിന്ന് അല്ലെങ്കിൽ വിദേശത്തു നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്കിത് എന്തായാലും വാങ്ങിച്ചിട്ട് പറഞ്ഞു. എനിക്ക് അത്ര ഫേവറേറ്റ് ആണെന്ന് ഞാൻ പണ്ടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അച്ചോണ്ണൻ്റെ അത് ഇത്രയും സീരിയസ് ആക്കി എടുത്തത് എനിക്ക് അച്ചോണ്ണൻ്റെ ഒരു ഫ്രണ്ട് വന്നായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ അവനെയല്ല ആ ചേട്ടനെ അത് വിളിച്ച് പറഞ്ഞ് ഇത് 2 വാങ്ങിച്ചു കൊണ്ടുവരണമെന്ന് ആ ചേട്ടനടുത്ത് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ട് വന്നെന്ന് എനിക്ക് സന്തോഷം വന്നു ജാൻസ്. എനിക്കാണത് ആരെന്ന് അറിയത്ത് പോലുമില്ല. എന്നാലും എന്താ അച്ചോണം പറഞ്ഞിട്ട് എനിക്ക് ടോബ്ലറോൺ കൊണ്ടുവന്നുണ്ടല്ലോ, നന്ദിയുണ്ട് ചേട്ടാ. അങ്ങനെ നമ്മൾ നേരെ ഓട്ടോ പിടിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ബാബുച്ചൻ്റെ കടയിൽ ഇറങ്ങി. ഏത്തപ്പഴമല്ലോ റോബസ്റ്റ് പഴം വാങ്ങിച്ചു. എന്നിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് അമ്മ പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുട്ട് കഴിക്കാനായിട്ടാണ് നമ്മൾ റോബസ്റ്റ് പഴം വാങ്ങിച്ചത്. അങ്ങനെ ഞാനും കൃഷ്ണനോട് റോബസ്റ്റ് പഴം മേടിച്ചുകൊണ്ട് വരുന്ന വഴിയാണ് ബാബുച്ചൻ്റെ കടയിൽ കിറ്റ് കൊടുത്തിട്ടുള്ള ചരിത്രം ഇല്ലാത്തതുകൊണ്ട് നമ്മളതെല്ലാം കൂടെ കൈ പിടിച്ചുകൊണ്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റോസമ്മച്ചിയുടെ വീട്ടിലെ CCTV. അപ്പോൾ ഈ വീടിപ്പോൾ പൊളിച്ചിട്ട് ഇവിടെ നല്ലൊരു അടിപൊളി പുതിയ വീടാണ് ജോഷ് ചേട്ടൻ പണിയാൻ വേണ്ടി പോകുന്നത്. അപ്പം അവിടുത്തെ മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ കാണാൻ CCTV വെച്ചിരിക്കുന്ന. പൈതവേ ജോഷ് ചേട്ടനൊക്കെ ഇവിടെ ഇല്ല, ദുബായിലാണ്. അപ്പോൾ അവർക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ എല്ലാ സീൻസും എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് എന്ന് കാണാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ CCTV വെച്ചത്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട സംവിധാനം. അവർക്ക് അവിടെ ഇരുന്ന് ഇവിടുത്തെ കാര്യങ്ങൾ ലൈവായിട്ട് കാണാം. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് ഒരു വവ്വാൽ അവിടെ തലയും കുത്തി കിടക്കുന്നത് കൃഷ്ണ എന്നെ കാണിച്ചത്. കൃഷ്ണ പറഞ്ഞത് ഉറങ്ങുവാണ്. അപ്പോഴാണ് ഞാൻ സത്യം അറിഞ്ഞത്, വവ്വാൽ തലയും കുത്തി കിടന്നാണ് ജെൻസ് ഉറങ്ങുന്നത്. അങ്ങനെ നമ്മൾ ഇന്ന് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ സക്സസ്ഫുള്ളി കഴിഞ്ഞ് കംപ്ലീറ്റ് ആക്കി. നമ്മൾ പഴവും വാങ്ങിച്ച് സിമ്മും പോർട്ട് ചെയ്ത് അച്ചോണ്ണൻ്റെ ചോക്ലേറ്റും വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ നമ്മളുടെ വീട്ടിൽ വന്ന് കയറി. പിന്നെ ബൈ ദ വേ ജെൻസ്, നമ്മളുടെ ഈ വീട്ടിലെ ചെടികൾക്കൊക്കെ ഭയങ്കര എൻക്വയറീസ് ഉണ്ടായിരുന്നു. ഇത് എവിടുന്നാണ് വാങ്ങിച്ചതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. അച്ഛൻ എവിടുന്നോ പണ്ട് വാങ്ങിച്ചിട്ട് വന്നു. അങ്ങനെ നമ്മളിത് നേരെ നമ്മുടെ വീട്ടിലെത്തി. ഡോറ് തുറന്നു. അപ്പോൾ ഇതാണ് ജെൻസ് വീടിൻ്റെ അകവശം. ഇപ്പോൾ ഇത് ഇത്തിരി വൃത്തികേടായിട്ടാണ് കിടക്കുന്നതെന്നാണ് ഞാൻ ഇവിടെ നിന്ന് ക്യാമറ കട്ട് ചെയ്തത്. ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം. അങ്ങനെ മിഠായി ഇനിയിപ്പോൾ കഴിക്കണമല്ലോ. അങ്ങനെ ഞാനത് ഭയങ്കര സന്തോഷത്തോടെ അത് പൊട്ടിച്ചു. എനിക്ക് ഇത്ര സന്തോഷം വന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ വ്ളോഗിൽ ഞാൻ തമാശയായിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞതാണ്, എനിക്കത് ഇഷ്ടമാണ്, എനിക്ക് ആരെങ്കിലും അത് വാങ്ങിച്ചു തരണമല്ലേ, എനിക്കത് ആരെങ്കിലും വരുമ്പോൾ കൊണ്ടുവരണമെന്ന്. പക്ഷെ അത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് എനിക്ക് അറിയത്തുപോലും ഇല്ലാത്ത അച്ചുവണ്ണൻ്റെ ഏതോ ഒരു ഫ്രണ്ട് വന്നപ്പോഴത്തേക്ക് അത് കൊണ്ടുവന്ന് അച്ചുവണ്ണൻ അത് എനിക്ക് വേണ്ടി പറഞ്ഞു വരുത്തിച്ച്. ഒരു ബ്രദർ സ്നേഹം നിങ്ങൾ കാണാതെ പോകരുത് ജെൻസ്. എനിക്കത് ഭയങ്കര സന്തോഷം. അങ്ങനെ ഞാൻ കഴിച്ച് എല്ലാവർക്കും കൊടുത്ത്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് നല്ല അടിപൊളി നെല്ലിക്ക അച്ചാർ അമ്മ വീട്ടിലുണ്ടാക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പുളി ഐറ്റംസ്, നെല്ലിക്ക, മാങ്ങ, ഇതൊക്കെ ഇങ്ങനെ എരിവുപ്പും കൂടി കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം കഴിച്ചിട്ടൊന്നും നെഞ്ചരിയുന്നു ജെൻസ്, അതാണിപ്പം. എന്നിട്ട് അത് കുറച്ച് വാരി തിന്ന്. അത് നല്ല ഇപ്പം പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്ന ജെൻസ്. കാണിച്ചു തരാം, കണ്ടോ? ഉടുപ്പയിലോട്ടൊരു ഇത്തിരി വന്ന് വീണ്. അങ്ങനെ അതിനകത്തുനിന്ന് ഒരു വലിയ പീസ് നെല്ലിക്ക, അതിനകത്ത് ഞാനൊരു മുളകും വെച്ചിട്ടുണ്ട്. ആ മുളകിൻ്റെ ഒരു എരിവൊക്കെ കൂടെ വന്നിട്ട് വായിൽ വെള്ളം വരുന്നു ജെൻസ്. എന്നിട്ട് ഞാനത് കഴിച്ചു.
അതെ. ഹായ് മോം, ഒരു 2 മിനിറ്റ് എൻ്റെ വ്ളോഗിൽ എന്തെങ്കിലും സംസാരിക്കുമോ? അല്ല, ഞാൻ ഈ വീട് ഇത്രയും പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുന്നതിനെ പറ്റിയിട്ട് അമ്മയ്ക്ക് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. പറ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് എന്താ പറയാനായിട്ടുള്ളത്? എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് അമ്മയ്ക്ക് എന്താ പറയാനായിട്ടുള്ളത്? സ്റ്റഡി വ്ളോഗിനെ പറ്റിയിട്ട്. എൻ്റെ സ്റ്റഡി വ്ളോഗിനൊക്കെ ഇപ്പോൾ ഭയങ്കര റെസ്പോൺസാണ്. അപ്പം അമ്മ കാണാറുണ്ടോ? എന്താണ് അമ്മയ്ക്ക് അതിൻ്റെ അഭിപ്രായം? ഞാൻ അമ്മ ഒരു തഗ് ലൈഫ് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാനിപ്പോൾ അമ്മയ്ക്ക് ഒരു ടോബ്ലർ 1 കൊണ്ടു കൊടുത്തു. അമ്മയ്ക്ക് OCD ഉണ്ട്, ജെൻസ് വീട് എപ്പോഴും വൃത്തിയാക്കി വെക്കണം. നമുക്കതില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അമ്മ പറ, എന്തൊരു സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് പറ. ഹായ് അല്ല, ലൈക്ക് എൻ്റെ 365 ഡേയ്സ് ചാലഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു? പോയി. അതർ ദാൻ ദാറ്റ്, കമ്പയറിങ് മൈ ഹാർഡ് വർക്ക്. അമ്മ ഇത്ര സിമ്പിളായിട്ട് സംസാരിക്കുന്ന അമ്മയ്ക്ക് ഇത്തിരി ആവേശത്തോടെ സംസാരിച്ചിട്ട് എന്നെ പറ്റി 10 നല്ല വാക്ക്. എനിക്ക് പറയാറിയത്തില്ല. സോ അമ്മ ഇങ്ങനെയാണ്, ഞാൻ സിംപ്ലിസിറ്റി ആണ് അമ്മ. സോ ബൈ, സി യു. ഞാൻ പറഞ്ഞല്ല ഇതിനകത്തൊന്നും ഇടരുത്. എല്ലാം ഞാൻ ഇടും. ബൈ മോം. ജാൻസ്, ഇതാണ് പ്രതിമ. ഇതിൻ്റെ പേര് എന്താ നമുക്കറിയത്തില്ല. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ ഇട്ടൊരു പേരാണിത്. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് നമ്മൾ ഇതിനെ പ്രതിമയെന്നാണ് വിളിക്കുന്നത്. സത്യത്തിൽ വല്ല മാലാഹയെന്ന് വിളിച്ചാൽ മതിയായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നു. എൻ്റെ വീട്ടിൽ ടോട്ടൽ 5 പേരാണ് ഉള്ളത്. അതിനകത്ത് ഞാനൊഴിച്ച് ബാക്കി 4 പേർക്കും എൻ്റെ വ്ളോഗിൽ മുഖം കാണിക്കാനോ സംസാരിക്കാനോ ചമ്മലും നാണോ ആയതുകൊണ്ടും താല്പര്യമില്ലാത്തത് കൊണ്ടും നിങ്ങൾ അമ്മയടുത്ത് നിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിച്ച് വെച്ചാൽ മതി. അമ്മയ്ക്കൊക്കെയാണ് ഭയങ്കര ക്യാമറ ഷൈ. അമ്മയ്ക്ക് വ്ളോഗിലൊക്കെ വരാനായിട്ട് നമ്മളൊരു 2 മാസം മുന്നേ അപ്പോയിൻമെൻറ്റ് എടുത്താലേ അമ്മ വരത്തുള്ളൂ. 2 മാസം മുന്നേ നമ്മൾ പറഞ്ഞു വെക്കണം, ഇത്രാം തീയതി ഒരു വീഡിയോ എടുക്കുന്നുണ്ട്, ഒന്ന് വരുമോ, 2 വാക്ക് സംസാരിക്കുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഗസ്റ്റ് റോളിൽ വന്നൊരു 2 സെക്കൻഡ് സംസാരിച്ചിട്ടു. അല്ലെങ്കിൽ കൃഷ്ണയാണെങ്കിൽ അമ്മയുടെ അത്രയും പോലും വരത്തില്ല. ഇന്നിവിടെ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വീട്ടിൽ പോലും കാണത്തില്ല, വേണമെങ്കിൽ കോളേജിൽ പോയിരിക്കും. അവൾക്ക് അത്രയും ഇതാണ് ഞാൻ. പിന്നെ ഇത്തിരിയൊക്കെ ഞാനിങ്ങനെ നിർബന്ധിച്ചൊക്കെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. കാരണം എൻ്റെ പരീക്ഷയ്ക്ക് ഇനി 3 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. എന്തായാലും എൻ്റെ സ്റ്റഡി വ്ളോഗിന് നിങ്ങൾ തരുന്ന ഭയങ്കര സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് ജാൻസ്. അതേപോലെ തന്നെ എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് നിങ്ങൾ കാരണം കൂടിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് കമൻസ് ഒക്കെ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്കൊരു അടിപൊളി കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. അതായത് എൻ്റെ സ്റ്റഡി വ്ളോഗ് കണ്ട് ഇമ്പ്രസ് ആയിട്ട് അത് കണ്ടിട്ട് കയറിയതാണ്. അങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് 365 ഡേയ്സിൻ്റെ ലാസ്റ്റ് വീഡിയോ അവർ കാണുന്നത്. അങ്ങനെ കുറച്ച് വീഡിയോസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴത്തേക്കാണ് 365, 364, 300 അങ്ങനെ കുറേ വീഡിയോസ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായത്. അപ്പോൾ അവർക്ക് മനസ്സിലായി എന്നാൽ പിന്നെ ഇതിൻ്റെ ഒന്നാമത്തെ എവിടെ ആയിരിക്കും തുടക്കമെന്നും പറഞ്ഞ് തപ്പി ഫസ്റ്റ് വ്ളോഗ് പോയി കണ്ട്. അങ്ങനെ എനിക്ക് അവരോടൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഹാർട്ട് ടച്ച് ചെയ്തൊരു കമൻ്റ് ആയിരുന്നു. ഞാൻ പറ്റുവാണെങ്കിൽ ഇപ്പോൾ സ്ക്രീനിനെ വെട്ടി കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും താങ്ക് യു. എനിക്ക് ഒരുപാട് പുതിയ വ്യൂവേഴ്സ്. പണ്ട് എൻ്റെ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം, അതായത് എനിക്കൊരു സസ്റ്റൈനബിൾ വ്യൂവേഴ്സ് എനിക്ക് കുറവായിരുന്നു. കുറച്ചൊക്കെ കാണും, പിന്നെ അങ്ങ് സ്കിപ്പ് അടിച്ച് പോകുന്ന കുറച്ച് വ്യൂവേഴ്സ് ആയിരുന്നു എനിക്കുള്ളൂ. പക്ഷേ ഇപ്പം എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് എൻ്റെ റവന്യൂ, എനിക്കൊരു സൈഡിൽ കൂടെ എനിക്ക് റവന്യൂ കിട്ടിയിട്ടില്ല, പക്ഷേ എനിക്ക് ഇൻക്രീസ് ആവുന്നുണ്ട്. എനിക്കത് $100 അടുത്തേക്ക് എനിക്കിതിപ്പോൾ എത്തുന്നുണ്ട്. ആരും കണ്ടു വെക്കരുത്, ഞാൻ 4 വർഷം കൊണ്ട് എത്തിച്ചുകൊണ്ട് വരുന്നൊരു ഡോളറത്. പിന്നെ എന്തുവാണ്, ഇപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ആണെങ്കിലും അല്ല, എനിക്കിപ്പോൾ ഇത്തിരി പണ്ട് എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സ്ഥിരം കാണുന്ന കുറച്ച് വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് അങ്ങനെയല്ല. എൻ്റെ ന്യൂ വ്യൂവേഴ്സും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും എനിക്ക് വീഡിയോ അവരിപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടെന്ന് എനിക്ക് അനലിറ്റിക്സിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് സമയം ഒരു വഴി കൂടെ പോയി. അങ്ങനെ ഇരുന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വീടിനകത്തിരുന്നാണ് പഠിക്കുന്നത്. കാരണം വീടിൻ്റെ പുറത്ത് തവളയുണ്ട് ജൻസ്. അപ്പോൾ തവളയെ ചവിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ തവളയായപ്പോൾ എന്ന് പണ്ട് ആരോ പറഞ്ഞ് കേട്ടിട്ടുള്ളത് കൊണ്ട് എനിക്ക് പാതിക്കലിരുന്ന് പഠിക്കേണ്ടെന്ന്. അതുകൊണ്ട് ഞാനിന്ന് വീടിനകത്ത് കയറിയിരുന്ന് പഠിച്ച്. അപ്പം കാല് ഞാൻ പൊക്കി വെച്ചാൽ പഠിക്കുന്നത്. എനിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ എന്തോ ട്രോമ പോലെ വരും ജൻസ്. അതുകൊണ്ട് പിന്നെ ഞാൻ കാലം കൊണ്ടെടുത്ത് പൊക്കി വെച്ച്. കാരണം ഡോൾബി ഉണ്ടാകത്ത്. അപ്പോൾ അവനെങ്കിൽ വന്ന് കാലിലെങ്കിൽ മുട്ടരുതെല്ലാം നോക്കോർത്ത് ഞാൻ പിന്നെ അങ്ങ് കയറ്റിയിരുന്ന് ഞാൻ അങ്ങനെ ഇരുന്ന് പഠിച്ച്. ആക്ച്വലി ഇപ്പോൾ പഠിക്കുമല്ലോ, റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുക. ഈ പേപ്പർ എന്താണ്, എനിക്കൊന്ന് എൻ്റെ എന്തോ ഒരു സംഭവം ഞാൻ PDF എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ ഇങ്ങനെ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും സെപ്റ്റംബർ 7-ാം തീയതി പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെയും എൻ്റെ ചാനലിൻ്റെയും വക ഒരു അടിപൊളി ഓൾ ദി ബെസ്റ്റ് എന്നായിരുന്നു. കാരണം നിങ്ങൾ കുറച്ച് പേരെങ്കിലും എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ജേണിയിൽ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അടിപൊളി എക്സാമായി മാറട്ടെ. ഇപ്പം റിസൾട്ട് നിങ്ങൾ നോക്കണ്ട, എക്സാം നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഫോക്കസ് ചെയ്തിട്ട് പോയി എഴുതുക. റിസൾട്ട് നോക്കി ടെൻഷൻ അടിച്ച് അവിടെ പോയിട്ടിട്ട് നല്ല പൊട്ടുന്നതിനേക്കാളും നല്ലതാണ് ഫ്രീ മൈൻഡായിട്ട് പോയി എഴുതുന്നത്. കിട്ടുമോ കിട്ടാതെ ഇരിക്കുന്നതൊക്കെ സെക്കൻഡറി ഫാക്ടർ. അടിപൊളിയായിട്ട് ആ ഒരു എക്സാം നമ്മൾ ഫേസ് ചെയ്യുക, ടെൻഷൻ ഫ്രീ ആയിട്ട് ഫേസ് ചെയ്യുക. സോ എനിക്ക് കിട്ടിയാൽ എനിക്ക് സന്തോഷം, എനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്നെക്കാട്ടിലും നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് കിട്ടി. അപ്പം നമ്മൾ അതിനനുസരിച്ച് ഇമ്പ്രൂവ് ആവണം എന്നുള്ളൊരു പാഠമാണ് നമ്മൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ പിന്നെ ഞാൻ സംസാരിച്ച് സമയം കളയുന്നില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വ്ളോഗ് കാണുന്നവരെല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കെങ്കിൽ അടുത്ത വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. സോ ലവ് യു ഓൾ, ബൈ.